ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിമ്പിൾ ഹിന്ദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പം അതിനു മുന്നേ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പുതിയ പുസ്തകം എടുക്കും, പുതിയ ടെക്സ്റ്റ്, പുതിയ ബാഗ്, കൊടയൊക്കെ ആയിട്ടല്ലേ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ പുസ്തകത്തിൻ്റെ മുന്നിൽ നല്ല ലേബിളൊക്കെ ഒട്ടിച്ചിട്ട് അതിലെന്ത് ചെയ്യാറുണ്ട്? പേര്, ക്ലാസ്, സ്കൂൾ, ഡിവിഷനൊക്കെ എഴുതാറുണ്ട് അല്ലേ? तो आज यहाँ वो हिंदी में पढ़ना है. അപ്പം അത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഹിന്ദിയിൽ പഠിക്കണം. तो നെയിമിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് നാം. അവിടെ കാണാം അല്ലേ? നാം കാ മത്ലബ് നെയിം. കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്, സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്കൂള്. ആ സ്കൂളിൻ്റെ പേര് എവിടെ എഴുതണം? ഞാൻ എൻ്റെ പേരും സ്കൂളും നമുക്ക് നോക്കാം. നാം അവിനാഷ് കെ. നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെ എഴുതണം? അർജുൻ ആണെങ്കിൽ അർജുൻ അല്ലേ, നീതു എന്നാണെങ്കിൽ നീതു. ഇനി നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്താൽ അത് ഹിന്ദിയിൽ എന്ത് ചെയ്യും? തിരിച്ച് ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. അതുപോലെ കക്ഷ 5ാം ക്ലാസ്സാണ്. 5ന് ഹിന്ദിയിൽ പറയാം അല്ലെ? 5ന് ഹിന്ദിയിൽ 5 എന്ന് പറയും. 5ാം ക്ലാസ്സിന് പറയാം 5വീ കക്ഷ. അപ്പോൾ 5വീ പിന്നെ ഡിവിഷൻ ബി. എ ആണെങ്കിൽ എ കൊടുക്കുക. സ്കൂള് ഞാൻ കൊടുത്ത സ്കൂൾ സർക്കാരി UP സ്കൂൾ കൊല്ലാണ്. ഓക്കെ, ഗവൺമെൻറ് UP സ്കൂൾ കൊല്ലം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അതുപോലെ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള 1ാമത്തെ യൂണിറ്റ് നിങ്ങൾ ആ ടെക്സ്റ്റ് തുറക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ അതിലുള്ളത് അല്ലേ? ഒരുപാട് പൂവ്, പൂമ്പാറ്റകൾ. പൂവിനെന്താ ഹിന്ദി പറയാ? ഫൂൽ. ഇക്കായി ഏക്ക് എന്ന് എഴുതിയിട്ട് കാണാം മുകളിൽ ഏറ്റവും ടോപ്പിൽ. ഇക്കായി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് എന്ന് പറയും അല്ലേ? ഏത് അധ്യായമാണ്, ഏത് യൂണിറ്റാണ്? 1ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ആ യൂണിറ്റിന്റെ പേരെന്താ? ദുലാരേ പൽ. ദുലാര എന്ന് പറഞ്ഞാൽ ലൗലി, പ്യാര എന്ന് പറയും, പ്രിയപ്പെട്ടത്. പൽ എന്ന് പറഞ്ഞാൽ മൊമെന്റ്, ഓരോ നിമിഷവും. ഇപ്പൊ ദുലാരേ പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൗലി മൊമെന്റ്, പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്നർത്ഥം. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊരു ചിത്രം കാണാം അല്ലേ? ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇസ് ചിത്രമേ ക്യാ ക്യാ ഹേ. ഇസ് ചിത്രമേ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തില് ക്യാ ക്യാ ഹേ, എന്തെല്ലാമാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്ന് തോത്ത. തോത്ത എന്ന് പറഞ്ഞാൽ പാരറ്റ്, തത്ത അല്ലേ? 2 തിത്തലി. തിത്തലി എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ, പൂമ്പാറ്റയാണ്. നമുക്ക് ആ ചിത്രത്തിൽ കാണാം. ആ പൂവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പൂമ്പാറ്റ ഓടിക്കളിക്കുന്നത്. 3ാമത് ഫൂൽ. അവിടെ ഒരുപാട് പൂക്കളുണ്ട് അല്ലേ? ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവറാണ്, പൂക്കൾ, പൂവ് എന്നുള്ള അർത്ഥം. പിന്നെ പർവ്വത്. പർവ്വതിന് വേറെയും ഹിന്ദി വേർഡ് ഉണ്ട്, അറിയുന്നവരുണ്ടാവും അല്ലേ? എന്താ വേർഡ്? പഹാഡ്. അല്ലെങ്കിൽ പർവ്വതം എന്ന് പറഞ്ഞാൽ മൗണ്ടൻ, പർവ്വതങ്ങൾ, മലകൾക്കാ പറയാം. പിന്നെ എന്താ ഉള്ളത്? പേടിന് നമ്മൾ മരം എന്ന് പറയും, ട്രീ. പേടിന് വേറെ ഹിന്ദി ഉണ്ടല്ലോ, എന്താ? വൃക്ഷം എന്ന് പറയാം, തരു എന്ന് പറയാം അല്ലേ? നമുക്കിവിടെ ഒരു പാഠം പഠിക്കാനുണ്ട്. ആ പാഠത്തിന്റെ പേരാണ് ദൂപാഗയി. അത് എഴുതിയതാരാ? പ്രയാഗ് ശുക്ല. നമുക്ക് നോക്കാം, ആ കവിത ഒന്ന് നോക്കാം അല്ലെ? ആ 4 വരി ഒന്ന് പാടി നോക്കാം. ധൂപ് ആഗയി സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മെഹക്കി കലിയാം ക്യാരി ക്യാരി മെഹക്കി കലിയാം ഇതനി സാരി മെഹക്കി. ഇനിയുണ്ട് ഇതിൻ്റെ ഒരു 4 വരി. ആദ്യം നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കിയിട്ട് എന്ത് ചെയ്യാം, ബാക്കി പഠിക്കാം. ഇതില് സുബഹ് എന്ന് പറഞ്ഞാൽ, അതിനു മുന്നേ ധൂപ്പ് ആകയി അല്ലേ? അതിന്റെ ടൈറ്റില്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, സൺഷൈൻ, വെയിൽ എന്ന് പറയും. അപ്പൊ വെയിൽ വന്നു എന്നാണ് കവി പറയുന്ന. ആര്? പ്രയാഗ് ശുക്ല. അടുത്ത വരിയിൽ എന്താ പറയുന്നത്? ധൂപ്പ് ആകയി സുബഹ് സുബഹ് കി. ധൂപ്പ് വെയിൽ എന്ന് പഠിച്ചു. സുബഹ് എന്ന് പറഞ്ഞാൽ എന്താ? മോർണിംഗ്, രാവിലെ. അപ്പോൾ രാവിലത്തെ വെയിൽ വന്നു. നമുക്കറിയാം സൂര്യൻ രാവിലെയാണ് ഉദിക്കുക അല്ലെ? അപ്പൊ സൂര്യൻ രാവിലെ ഉദിക്കുമ്പോൾ എന്ത് വന്നു? വെയിൽ വന്നു.
ഇപ്പോഴെന്താ സംഭവിച്ചേ? കലിയാ പ്യാരി പ്യാരി മെഹക്കി. കലി എന്ന് പറഞ്ഞാൽ ബഡ്സ് ആണ്, പൂവിന്റെ മൊട്ട്, പൂമൊട്ടുകളാണ്. ചെടിയിൽ നല്ല പൂ വിരിയുന്നതിന് മുന്നേ മുട്ടുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ മുട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു? ആ പ്യാരി പ്യാരി കലി എന്താകുന്നു? പ്രിയപ്പെട്ട പൂമുട്ടുകള് മെഹക്കി, അത് സ്മെല്ല് ചെയ്യാണ്. സ്മെല്ല് ചെയ്യണമെങ്കിൽ ആദ്യം പൂമുട്ട് വിരിയണ്ടേ? അതെ, അത് പൂവായിട്ട് വിരിഞ്ഞു ആ രാവിലത്തെ വെയിലില്. കലിയാ ക്യാരി ക്യാരി മെഹക്കി. ക്യാരി എന്ന് പറഞ്ഞാൽ ഫ്ലവർ ബെഡ് അല്ലെങ്കിൽ സീഡ് പോട്ട് പ്ലാന്റ്. ആ ചെടികളിൽ മുഴുവനുള്ള മൊട്ടുകൾ എന്ത് ചെയ്തു? വിരിഞ്ഞു. അതതിന്റെ സ്മെല്ല് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പുറത്തേക്ക് വിടുക. നമുക്കറിയാം, ഒരു പൂന്തോട്ടത്തിൽ പോയാൽ എത്ര നല്ല രസം ഉണ്ടാവും അല്ലെ, എല്ലാ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുമ്പോൾ. കലിയാം ഇത്തനീ സാരി മെഹക്കി. സാരി എന്ന് പറഞ്ഞാൽ ഹോൾ, മുഴുവൻ. അവിടെയുള്ള മുഴുവൻ പൂമുട്ടുകളും വിരിഞ്ഞു. അതിങ്ങനെ ആ പ്രകൃതിയിലേക്ക് അതിന്റെ ആ സ്മെല്ല് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അടുത്ത 4 വരി നോക്കാം. ഹവാ ബഹ് രഹി ठंडी ठंडी घूम रही वह बहकी बहकी उड़ती उड़ती आई चिड़िया फुदक फुदक कर वे भी चहकी. ഹവാ ബഹ് രഹി ठंडी ठंडी. ഹവ എന്ന് പറഞ്ഞാൽ വിൻഡ്, കാറ്റ് അല്ലെ. ബഹിന എന്ന് പറഞ്ഞാൽ ബ്ലോ ചെയ്യുക, വീശുക. ആ കാറ്റിനൊരു പ്രത്യേകതയുണ്ട്, ഠണ്ടിയാണ്, നല്ല തണുത്ത കാറ്റാ, കൂൾഡായിട്ടുള്ള കാറ്റാ. അപ്പോൾ നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. അതിനകത്ത് നല്ല മഴക്കാറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഗൂമ് രഹി വഹ് ബഹക്കി ബഹക്കി. ഗൂമിനെ റോം ചെയ്യുക, ചുറ്റിക്കറങ്ങുക. ബഹക്കിന എന്ന് പറഞ്ഞാൽ ഗോ എസ്ട്രേ. ഇങ്ങനെ അതെന്ത് ചെയ്യുന്നു? ഓരോ ഭാഗത്തേക്കും അതിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയ. ആ സമയത്ത് ആര് പറന്നു വരുന്നു? ഉടിന, ഫ്ലൈ. ആരാ പറന്നു വരുന്നത്? ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ ബേർഡ് എന്നർത്ഥം. ആ ചന്ദ്രക്കലയും കുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷികൾ എന്നായി അർത്ഥം. പക്ഷികൾ എന്നായി. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ചിടിയാം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്ലൂരൽ ഫോമാണ്, പക്ഷികൾ. അപ്പൊ ഒരുപാട് പക്ഷികൾ എന്ത് ചെയ്യുന്നു? പറന്നു വരുന്നു. അത് പറന്നു വന്നിട്ട് എന്താ ചെയ്യുന്നത്? അത് മെല്ലനെ ഭൂമിയിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഫുദക്ക് ഫുദക്ക് കർ വേ ബി ചഹക്കി. ഫുദക്കിന എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മൈനയൊക്കെ നമ്മുടെ മുറ്റത്തൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ തുള്ളി തുള്ളി പോന്നാണ്ടിട്ടുണ്ടാവും അല്ലെ, ഹോപ്പിംഗ് എന്ന് പറയും. അങ്ങനെ ചാടി ചാടി തുള്ളി തുള്ളി പോകുന്നതിനാ എന്തു പറയാ? ഫുദക്കിന. അതിങ്ങനെ ഫുദക്ക് കർ, ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നുണ്ട്. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ചെഹക്കിന, ചെഹക്കി. അത് കരയുന്നുണ്ട്, ഒച്ചയാക്കുന്നുണ്ട്. പക്ഷി എന്ത് ചെയ്യുന്നുണ്ട്? ഒച്ചയാക്കിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ ഇത്രയാണ് കവിത. നല്ല രസമുള്ള കവിതയല്ലേ അല്ലേ? അപ്പൊ അതിലൊരു വർക്കുണ്ട് നമുക്ക്. എന്താ? ശബ്ദ പേച്ചാനെ കവിതാമേ രേഖാങ്കിത് കരെ. ആ ബലൂണിന്റെ ഉള്ളില് പലതരത്തിലുള്ള കളറിലെ ബലൂണിന്റെ ഉള്ളില് കുറെ വേർഡ്സ് കൊടുത്തില്ലേ? അതാണ് ശബ്ദ എന്ന് ഉദ്ദേശിച്ചത്. ശബ്ദ എന്ന് പറഞ്ഞാൽ വേർഡ്സ്, പേച്ചാനെ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക. അവർ കവിതാമേ, ആ കവിതയില് രേഖാങ്കിത് കരെ, അണ്ടർലൈൻ ചെയ്യണം. അപ്പൊ അതിൽ കൊടുത്ത വേർഡ്സ് നോക്കി നമുക്ക് അത് കവിതയിൽ അണ്ടർലൈൻ ചെയ്യാം. ഓൾറെഡി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ചിടിയാം, യെല്ലോ കളറിൽ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ചിടിയാം എന്ന് അല്ലേ. അതുപോലെ ചിടിയാം എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷികളാ. ക്യാരി, ചെടി അല്ലെങ്കിൽ എന്താ? ഫ്ലവർ ബെഡ്, അതവിടെ ആ ഗ്രീൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കലിയാം, ബഡ്സ് ആണ്, പൂവിന്റെ മൊട്ടുകൾ, അത് റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ്, വിൻഡാണ്, അത് ബ്ലൂ കളറിൽ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് കാണാം സെക്കൻഡ് സ്റ്റാൻസയിൽ. പിന്നെ ധൂപ്പാണ്. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലാണ്. ആ വെയില് എവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്? ഏറ്റവും ടോപ്പിൽ അണ്ടർലൈൻ ചെയ്തിട്ട് കാണില്ലേ? ഈസിയല്ലേ ഈ പ്രവർത്തനം? ഇതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ പാഠം ശരിക്കും വായിച്ചു നോക്കുക, കൃത്യമായി പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഏവർക്കും ഗുഡ് ബൈ.